ചില ഇടപെടലുകളും ചില കൂട്ടുകെട്ടുകളും ബന്ധങ്ങളൊക്കെയാണ് നിവിൻ പോളി എന്ന നടനെ ഇല്ലാണ്ടാക്കിയത്. എനിക്ക് പറയാനുള്ള വിനീതമായി ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇനിയെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും പുതിയ തലമുറയിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടർമാരിൽ ഒരാളാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റേഞ്ച് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും മുകളിലാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി തെളിഞ്ഞു വന്ന ഒരു നടനാണ് നിവിൻ പോളി. എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, ഇനിയെങ്കിലും മലയാള സിനിമയിൽ അങ്ങയുടേതായ ഒരു സ്ഥാനം മലയാളികൾ തന്നിട്ടുണ്ട്. അത് നിലനിർത്താൻ ശ്രമിക്കുക. ഇനി ഇത്തരം വിവാദങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു മെയിൻ സ്ട്രീം നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ശരീരഘടന, ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് മെയിൻ സ്ട്രീം ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ഫീൽഡിലേക്ക് പോയി അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു നടനാവാനുള്ള എല്ലാ പവറുമുള്ള ഒരു ന്യൂജൻ നടൻ തന്നെയാണ് നമ്മുടെ നിവിൻ പോളി. ഇനി മമ്മൂക്ക, ലാലേട്ടനൊക്കെ അവരുടെയൊക്കെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ നയിച്ചു കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി. എന്തായാലും ഈ അഖിൽ സത്യനും അതുപോലെ തന്നെ അജു വർഗീസൊക്കെ ആയിട്ടുള്ള ഒരു കോംബോയിൽ ഈ സിനിമ വീണ്ടും പഴയ ഒരു സെറ്റപ്പിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രേമം പോലുള്ള അത്ര നല്ലൊരു പടം ചെയ്ത നടനാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. എന്തായാലും തിരിച്ചു വരവ് ഇതോടുകൂടി സാധ്യമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.